തോമസ് ആൽവ എഡിസൺ, നവീന ശാസ്ത്രയുഗത്തിൻ്റെ കിരീടം വയ്ക്കാത്ത രാജാവ്, 1000-ലധികം പേറ്റന്റുകൾ സ്വന്തമായുള്ള പ്രായോഗിക ശാസ്ത്രത്തിൻ്റെ പ്രയോക്താവ്, പ്രതിഭയോടൊപ്പം തന്നെ കഠിനാധ്വാനവും സ്ഥിരോത്സാഹവും കൈമുതലാക്കിയ ശാസ്ത്രജ്ഞൻ. എന്നാൽ എഡിസനെ പലപ്പോഴും വില്ലത്തരത്തിൻ്റെ ഇമേജിൽ നിർത്തിയാണ് പിൽക്കാല സമൂഹവും ശാസ്ത്ര അന്വേഷികളും സംസാരിച്ചിട്ടുള്ളത്. നിക്കോളാസ് ടെസ്ല എന്ന തൻ്റെ സമകാലീനനായ മറ്റൊരു ശാസ്ത്ര പ്രതിഭയുടെ കണ്ടെത്തലുകളേക്കാൾ മെച്ചപ്പെട്ടത് തൻ്റേതാണെന്ന് തെളിയിക്കാനുള്ള എഡിസൺ നടത്തിയ ശ്രമങ്ങൾ മൂലമാണ് ഇത്തരമൊരു പരിവേഷം അദ്ദേഹത്തിന് വന്നു ചേർന്നത്. ഇക്കാര്യത്തിൽ കുറേയൊക്കെ സത്യവും കുറച്ചധികം പൊടിപ്പും തൊങ്ങലും വെച്ച കഥകളുമാണ്. ശരിക്കും എഡിസൺ അങ്ങനെ ഒരു വില്ലനായിരുന്നു? അതാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ഇലക്ട്രിക് ലാമ്പ് ആദ്യമായി കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. ഈ വിശേഷണമാണ് എഡിസനെ പറ്റി പറയുമ്പോൾ ആദ്യം മനസ്സിലെത്തുക. പലരുടെയും മനസ്സിൽ ഇങ്ങനെയൊരു ധാരണ ഉറച്ചിട്ടുണ്ടെങ്കിലും ഇത് സത്യമല്ല. 1802 വിഖ്യാത ശാസ്ത്രജ്ഞനായ സർ ഹംഫ്രി ഡേവിയാണ് ആദ്യമായി വിദ്യുച്ഛക്തി ഉപയോഗിച്ച് ഒരു പ്രകാശ സംവിധാനം രൂപപ്പെടുത്തിയത്. ഇലക്ട്രിക് ആർക്ക് ലാമ്പ് എന്നായിരുന്നു അതിൻ്റെ പേര്. തെരുവ് വിളക്കുകളിലും വ്യാവസായിക സ്ഥലങ്ങളിലുമൊക്കെ ഉപയോഗിക്കാമായിരുന്നുവെങ്കിലും വീടുകളിലെ ഉപയോഗത്തിന് ആർക്ക് ലാമ്പ് പ്രയോജനപ്രദമല്ലായിരുന്നു. വീടുകളിലെ ഉപയോഗത്തിനായി പലരും പല ലാമ്പുകളും പരീക്ഷിച്ചു. ജോസഫ് വിൽസൺ സ്വാൻ, ഹെൻറി വുഡ്വാർഡ്, മാത്യു ഇവാൻസ് തുടങ്ങി 20ഓളം ശാസ്ത്രജ്ഞർ ഇതിനായുള്ള കഠിന പ്രയത്നത്തിലായിരുന്നു. എന്നാൽ ഇതിൻ്റെ ഉത്തരം ലഭിച്ചത് എഡിസണിലൂടെയാണ്. 1880 കാർബണും മുളനാരും ചേർത്തുള്ള ഫിലമെന്റിന് കൂടുതൽ നേരം വെളിച്ചം നൽകാൻ സാധിക്കുമെന്ന് എഡിസണും സംഘവും തിരിച്ചറിഞ്ഞു. പിന്നീട് ഒരുപാട് കാലം വീടുകളിൽ വെളിച്ചം പരത്തിയ ഇൻകാൻഡസെന്റ് ബൾബുകളുടെ തുടക്കമായിരുന്നു ഇത്. 1906 ബൾബുകളുടെ ഫിലമെന്റിൽ ടങ്സ്റ്റൺ ഉപയോഗിച്ചു തുടങ്ങി. കാലിഫോർണിയയിലെ മെല്ലോ പാർക്ക് ആസ്ഥാനമാക്കിയാണ് എഡിസന്റെ ഗവേഷണ സംഘം പ്രവർത്തിച്ചത്. പിൽക്കാലത്ത് ലോകം എഡിസനെ പ്രശസ്തമായ ആ പേര് വിളിച്ചു, മെല്ലോ പാർക്കിലെ മാന്ത്രികൻ. ആധുനിക മനുഷ്യന്റെ ജീവിതത്തെ മൊത്തത്തിൽ മാറ്റിമറിച്ച ഇലക്ട്രിസിറ്റി എന്ന മേഖലയിൽ നടന്ന ചേരിതിരിഞ്ഞുള്ള പോരാട്ടമായിരുന്നു വാർ ഓഫ് കറൻസ് അഥവാ കറണ്ടുകളുടെ യുദ്ധം. ഡയറക്റ്റ് കറണ്ടിന്റെ അഥവാ DC കറണ്ടിന്റെ ശക്തനായ പ്രചാരകനായിരുന്നു എഡിസൺ. ഇന്ന് നമ്മുടെ കമ്പ്യൂട്ടറുകളും മൊബൈലുകളും മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളും എല്ലാം പ്രവർത്തിക്കുന്നത് ഈ DCയിലാണ്. 1870കളുടെ അവസാനത്തിൽ അമേരിക്കയിലെ വിദ്യുച്ഛക്തി മേഖലയെ പൂർണ്ണമായും നിയന്ത്രിച്ചത് എഡിസനാണ്. എന്നാൽ എഡിസന്റെ ഡയറക്റ്റ് കറണ്ട് അഥവാ DCക്ക് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒന്നാമത്തേതും പ്രധാനവുമായ പ്രശ്നം ദൂരത്തേക്ക് വൈദ്യുതി വിതരണം ചെയ്യുമ്പോൾ വലിയ തോതിൽ ഊർജ്ജ നഷ്ടം ഉണ്ടാകുന്നു എന്നതായിരുന്നു. ഈ പ്രശ്നമുള്ളതിനാൽ DC പവർ പ്ലാന്റുകൾ ഒട്ടേറെ വേണ്ടി വന്നു. ഇതിനായി വേണ്ടിവരുന്ന വയറിങ്ങിന്റെ അളവും കൂടുതലായിരുന്നു. DCക്ക് സ്ഥിരമായി ഒറ്റ വോൾട്ടേജ് മാത്രമായതിനാൽ പ്രത്യേകം വോൾട്ടേജുകൾക്ക് പ്രത്യേക ലൈനുകൾ വേണ്ടി വന്നു. ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്നറിയപ്പെടുന്ന AC കറണ്ട് ഇതിനെല്ലാം പരിഹാരമായിരുന്നു. എന്നാൽ അതിനും ചില്ലറ പോരായ്മകൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം പരിഷ്കരിച്ച് ഇതിനെ ഉപയോഗക്ഷമമാക്കാനായി ആയിടെ ഒരു വ്യക്തി ഉയർന്നു വന്നു, സാക്ഷാൽ നിക്കോളാസ് ടെസ്ല. സെർബിയയിൽ നിന്നുള്ള മഹാപ്രതിഭ. 1884 കയ്യിൽ വെറും 4 നാണയങ്ങളുമായാണ് അമേരിക്കയിലേക്ക് ടെസ്ല എത്തിയത്. എഡിസന്റെ കമ്പനിയിൽ സാങ്കേതിക സഹായിയായാണ് തുടക്കം. ഓൾട്ടർനേറ്റിംഗ് കറണ്ടിനോടായിരുന്നു ടെസ്ലയ്ക്ക് പ്രതിപത്തി. എന്നാൽ ഡയറക്റ്റ് കറണ്ടിനെ മാത്രം ഉപാസിച്ചിരുന്ന എഡിസൺ ടെസ്ലയെ കാര്യമായി എടുത്തതേയില്ല. കുറച്ച് നാളുകൾക്ക് ശേഷം ഇരുവരും പിരിയുകയും ചെയ്തു. തുടർന്ന് കുറച്ച് വർഷങ്ങൾ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിനെ പറ്റിയുള്ള ഗവേഷണത്തിലായിരുന്നു ടെസ്ല. പിൽക്കാലത്ത് ഇതിന്റെ ഉപയോഗത്തിൽ വിപ്ലവം സൃഷ്ടിച്ച AC മോട്ടോർ ഉൾപ്പെടെ അദ്ദേഹം അക്കാലയളവിൽ വികസിപ്പിച്ചെടുത്തു. ടെസ്ലയുടെ ആശയങ്ങളെ ഏറ്റെടുക്കാനായി ജോർജ് വെസ്റ്റിംഗ്ഹൗസ് എന്ന വ്യവസായി മുന്നോട്ട് വന്നതോടുകൂടി കറണ്ടുകളുടെ യുദ്ധം ചൂടുപിടിച്ചു. വെസ്റ്റിംഗ്ഹൗസ് അപ്പുറത്ത് നിലയുറപ്പിച്ചതോടെ എഡിസൺ സമ്മർദ്ദത്തിലായി. ഡയറക്റ്റ് കറണ്ട് വിതരണം അസാധ്യമായ വിദൂര മേഖലകളിൽ വെസ്റ്റിംഗ്ഹൗസ് തന്റെ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് വിതരണം ചെയ്തു. പതിയെ DCയെ അപേക്ഷിച്ച് ACക്ക് ആവശ്യക്കാർ ഏറി തുടങ്ങി. ഇതോടെ എഡിസൺ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിനെതിരെ ശക്തമായ പ്രചാരണം തുടങ്ങി. ഈ കറണ്ട് ജനങ്ങൾക്ക് ഹാനികരമാണെന്ന് വാദിച്ചായിരുന്നു ആക്രമണം. AC കറണ്ട് ലൈനുകളിൽ തട്ടി ഷോക്കടിച്ച് ചില മരണങ്ങൾ ആയിടെ അമേരിക്കയിൽ സംഭവിച്ചിരുന്നു. ഇത് തന്റെ പ്രചാരണത്തിന് വലിയ ആയുധമാക്കി എടുത്തു എഡിസൺ. പത്രമാധ്യമങ്ങളിലും മറ്റും AC കറണ്ടിന്റെ ദൂഷ്യവശങ്ങൾ വിശദീകരിച്ച് വലിയ ലേഖനങ്ങൾ അദ്ദേഹം എഴുതി. ഡയറക്റ്റ് കറണ്ട് ശാന്തരൂപിയായ പുഴയും ഓൾട്ടർനേറ്റിംഗ് കറണ്ട് അലയടിക്കുന്ന ജലപ്രവാഹവുമാണെന്നായിരുന്നു എഡിസന്റെ ഇതേപ്പറ്റിയുള്ള താരതമ്യം. എന്നാൽ ഇതിനു ശേഷമാണ് ജനമനസ്സുകളിൽ എഡിസന് വില്ലൻ പരിവേഷം ഉണ്ടാക്കിക്കൊടുത്ത സംഭവം ഉണ്ടായത്. ഹാരോൾഡ് P. ബ്രൗൺ എന്ന ഇലക്ട്രിക്കൽ എഞ്ചിനീയറുടെ സഹായത്തോടെ AC കറണ്ടിന്റെ ദൂഷ്യവശങ്ങൾ ജനങ്ങളെ നേരിട്ട് ബോധിപ്പിക്കാനായി പൊതുസ്ഥലങ്ങളിൽ ഒരു പ്രത്യേക ബോധവൽക്കരണ പരിപാടി എഡിസൺ തുടങ്ങി. മൃഗങ്ങളിലേക്ക് AC കറണ്ട് കടത്തിവിട്ട് അവയെ ജനങ്ങളുടെ മുന്നിൽ വെച്ച് ഷോക്കടിപ്പിച്ച് കൊല്ലുന്നതായിരുന്നു ആ പരിപാടി. തെരുവുനായകൾ, കാലികൾ, കുതിരകൾ, ടോപ്സി എന്ന ആന എന്നിവയെല്ലാം ഇതിന്റെ ഫലമായി എരിഞ്ഞു ചത്തു. വർഷം 1890.
വില്യം കെംലർ എന്ന ക്രിമിനലിനെ അമേരിക്കയിൽ വധശിക്ഷയ്ക്ക് വിധിച്ചു. ജർമ്മൻ വംശജനായ കെംലർ മദ്യപിച്ച് ലക്കുകെട്ട് തൻ്റെ ജീവിത പങ്കാളിയെ കൊലപ്പെടുത്തിയതായിരുന്നു കേസ്. തൂക്കിക്കൊല്ലുന്നതിന് പകരമുള്ള വധശിക്ഷാ രീതികൾ അന്ന് അമേരിക്കൻ അധികൃതർ ആലോചിച്ചുകൊണ്ടിരുന്ന കാലമാണ്. പക്ഷേ അപ്പോഴൊരു സംഭവവുമായി ലോകത്തെ തന്നെ ഏറ്റവും പ്രശസ്തരായ ശാസ്ത്രജ്ഞരിലൊരാൾ ഇതിലിടപെട്ടു. തോമസ് ആൽവ എഡിസൺ ആയിരുന്നു ആ ശാസ്ത്രജ്ഞൻ. വധശിക്ഷയെ കഠിനമായി എതിർത്തിരുന്ന എഡിസൺ പക്ഷേ ആ ഒരു ഘട്ടത്തിൽ മാത്രം താൽക്കാലികമായി ആ എതിർപ്പിനെ മാറ്റിവെച്ചു. ഓൾട്ടർനേറ്റിംഗ് കറണ്ട് അഥവാ AC കറണ്ട് ഉപയോഗിച്ച് കൊല്ലുന്ന ഒരു ഇലക്ട്രിക് കസേര അദ്ദേഹം രൂപകൽപ്പന ചെയ്തു നൽകി. ഇതിലിരുത്തിയ കെംലറിന്റെ ദേഹത്തേക്ക് വൈദ്യുതി വലിയ അളവിൽ കയറി. ഭീവത്സമായ രീതിയിലുള്ള ആ മരണം കണ്ട് കൂടി നിന്ന ചില അധികൃതർ ഉൾപ്പെടെ ഞെട്ടിത്തരിച്ചു. വില്യം കെംലറുടെ വധശിക്ഷയിലൂടെ നീതി നടപ്പാക്കാനൊന്നുമായിരുന്നില്ല എഡിസന്റെ ഇടപെടൽ. ശാസ്ത്രചരിത്രത്തിലെ വലിയൊരു സംഭവത്തിന്റെ ഭാഗമായുള്ളതായിരുന്നു ആ ഇടപെടൽ. കറണ്ടുകളുടെ യുദ്ധം എന്ന് പിന്നീട് ഇത് അറിയപ്പെട്ടു. ആധുനിക മനുഷ്യന്റെ ജീവിതത്തെ മൊത്തത്തിൽ മാറ്റിമറിച്ച ഇലക്ട്രിസിറ്റി എന്ന മേഖലയിൽ നടന്ന ചേരിതിരിഞ്ഞുള്ള പോരാട്ടമായിരുന്നു വാർ ഓഫ് കറണ്ട്സ് അഥവാ കറണ്ടുകളുടെ യുദ്ധം. ഇതിന്റെ ബാക്കി പത്രമായിരുന്നു കെംലറെ കൊലപ്പെടുത്തിയ ഇലക്ട്രിക് കസേര. US-ൽ മരണശിക്ഷ പണ്ടേ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് 27 സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ഇതുള്ളത്. തൂക്കിക്കൊല, വിഷം കുത്തിവെക്കൽ, വെടിവെച്ച് കൊലപ്പെടുത്തൽ തുടങ്ങി പല മാർഗങ്ങളിലൂടെയായിരുന്നു US-ൽ വധശിക്ഷ നടപ്പിലാക്കിയിരുന്നത്. ഇത്രയൊക്കെ ശ്രമിച്ചിട്ടും AC കറണ്ടിനെ പൊതു ഉപയോഗത്തിൽ നിന്ന് വിലക്കാൻ എഡിസൺ ആയില്ല. അത് പിന്നീട് എല്ലാ രാജ്യങ്ങളിലും വിദ്യുച്ഛക്തിയുടെ മുഖമായി മാറി. പക്ഷേ അതിനെ തടയാനുള്ള ശ്രമങ്ങൾ എഡിസൺ എന്ന മഹാശാസ്ത്രജ്ഞന്റെ പരിവേഷത്തിൽ ഒരിക്കലും മാഞ്ഞുപോകാത്ത ഒരു കളങ്കക്കറ സമ്മാനിച്ചു. ഒരു വില്ലന്റെ കളങ്കം. സമാനതകളില്ലാത്ത ശാസ്ത്രജ്ഞനാണ് എഡിസൺ. ജനങ്ങളുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് അവ വികസിപ്പിച്ച് നടപ്പിൽ വരുത്തിയ തികഞ്ഞ പ്രായോഗികവാദിയായിരുന്നു അദ്ദേഹം. ഓട്ടോമാറ്റിക് ടെലിഗ്രാഫ്, ഫോണോഗ്രാഫ്, മൂവി ക്യാമറ തുടങ്ങി എണ്ണിയാൽ തീരാത്തത്ര കണ്ടുപിടുത്തങ്ങളും പരിഷ്കരിക്കലുകളും. സാമുവൽ എഡിസന്റെയും നാൻസി എലിയറ്റിന്റെയും 7ാമത്തെ മകനായി പിറന്ന അദ്ദേഹത്തിന് ചെറുപ്പത്തിൽ തന്നെ ശ്രവണശക്തി കുറവായിരുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അദ്ദേഹത്തെ കാര്യമായി എടുത്തില്ല. കഷ്ടപ്പെട്ട് വിവിധ കൂലിപ്പണികൾ ചെയ്ത് ഉപജീവനം കഴിച്ച യൗവനത്തിൽ അദ്ദേഹത്തിന് ഒരേയൊരു ആശ്വാസം വായനയായിരുന്നു. പിന്നീട് ഒരു ശാസ്ത്രജ്ഞൻ എന്ന നിലയിലും സംരംഭകൻ എന്ന നിലയിലുമുള്ള എഡിസന്റെ വളർച്ച അദ്ദേഹത്തിന്റെ സ്വന്തം കഠിനാധ്വാനം ഒന്നുകൊണ്ട് മാത്രമാണ് സാധ്യമായത്. എന്നാൽ AC വൈദ്യുതിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ശക്തമായ മുൻവിധി ഉണ്ടായിരിക്കാമെന്ന് ഫോബ്സ് സയൻസ് എഡിറ്റർ അലക്സ് ക്നാപ്പ് പറയുന്നു. ജനദ്രോഹപരമാണ് AC കറണ്ടെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചിരുന്നു. ഈ മുൻവിധിയാകാം തീവ്രമായ പ്രവൃത്തികളിലേക്ക് അദ്ദേഹത്തെ നയിച്ചത്. ഒരിക്കലും എഡിസൺ ഒരു വില്ലൻ അല്ല എന്നും ക്നാപ്പ് അടിവരയിട്ട് പറയുന്നു.